ഹലോ, തോണി ഇറക്കാമോ? അക്കരയ്ക്ക് പോവാനാ. അക്കരെ എവിടേക്കാ? കോലോത്ത കടവിലേക്കാ. ആ, വേറെ വല്ല തോണിയും വരും. അതെന്താ? ചന്തക്കടവൊന്ന് ചരക്കെടുക്കാണ്ട്. ചന്ത വിരിയാറായി. ആ ഒരു തിരക്കൊന്നും ഇവിടെ കാണാനല്ലോ. ഒരു 10 മിനിറ്റ് പോലെ കോലോത്ത കടവിലേക്ക്. അത് ഏറ്റല്ല സമയ, മുറിച്ച് കിടക്കാൻ വലിയ പണിയാ. അതിനും കൂടി ചേർത്ത് എന്താ ചാവാം. വേറെ വഴിയില്ലാത്തോണ്ടാ ഒരുപാട് വൈകി. അവിടെ എത്തിയ ഉടനെ തിരിക്കുകയും വേണം. ഒന്ന് സഹായിച്ചൂടെ? ആ, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തോണി ഇറക്കാം. പിന്നൊരു കാര്യമുണ്ട്, കോലോത്ത് വിരുന്ന് കഴിഞ്ഞവരെ അവിടെ കാത്തു കെട്ടി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണമെങ്കിൽ അവിടെ കൊണ്ടുവിടാം. ഹോ, അങ്ങനെങ്കിൽ അങ്ങനെ. അപ്പോ ചന്തക്കടവിലെ ചെറുക്ക് ഒരു ഒഴുകഴിവല്ലേ? ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും അമ്മ പെങ്ങന്മാരുമായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കണോനെ സാറേ. അതാ. അതുകൊണ്ടെന്താ? കോലോത്തെ കടവിൽ പോയി വന്നാൽ പിന്നെ നീട്ടിയും കുറുക്കിയില്ല കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ആകെ അങ്ങ് ചൊറിഞ്ഞു വരും. അല്ല, കോലോത്ത കടവിന് എന്താ കുഴപ്പം? ആ കടവിലേക്കല്ലേ കോലോത്തെ പടിപ്പുര തുറക്കണേ, അതെന്റെയാ കുഴപ്പം. കോലോത്തേക്ക് വിരുന്നിനിറങ്ങി തിരിച്ചിട്ട് എന്തിനാ സാറേ നമ്മളങ്ങനെ പൊട്ടം കളിപ്പിക്കണേ? ആട്ടെ, സാറേ എവിടുന്നാ? കൊറേ തെക്കുന്ന. ആ, തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും ആയിട്ട് എത്ര വഴികളാ കോലോത്തേക്ക്. എത്തുന്നവരൊക്കെ സാറിനെ പോലെ വലിയ വലിയ ആൾക്കാരും. അല്ല, സാറിന്റെ വകുപ്പ് ഏതാണാവോ? വകുപ്പോ? ആ, പല വകുപ്പുകാരും ഇവിടെ വരാറുണ്ട്. വക്കീല്, പോലീസ്, പട്ടാളം. ഇതിൽ സാറിന്റെ വകുപ്പ് ഏതാ? എന്റെ വകുപ്പ് ഓർമ്മകളാ. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ. വിളക്ക് വെച്ചില്ലയോ സാവിത്രിക്കുട്ടിയെ? ദാ വിളക്ക് കാട്ടുന്നു വച്ചാ. ആരാ? പറയാം, വിളക്ക് വെച്ചോളൂ. ചേച്ചി, ചേച്ചി ദേ ആരോ വന്നിരിക്കണു. ആരാ? മനസ്സിലായില്ല. കോലോത്തെ മൂത്ത തമ്പുരാട്ടി അല്ലേ? അതെ. കുട്ടി ചെല്ലു, അച്ഛനെ വിളക്ക് കാണിക്കൂ. അനുജത്തി അല്ലേ? മുറ്റത്ത് നിക്കണ്ട, പൂമുഖത്തേക്ക് ഇരിക്കാം. ആരാന്ന് മനസ്സിലായില്ല. അത് സാരല്ല, ഞാൻ വന്നത് നിങ്ങളെ കാണാനല്ല. എനിക്ക് കാണേണ്ടത് തമ്പുരാനെയാ. അച്ഛൻ സുഖല്യാണ്ട കിടപ്പില, എണിക്കാനും നടക്കാനൊന്നും വയ്യ. തമ്പുരാനെ ഒന്ന് കാണണം. അതിനുവേണ്ടി കുറെ അകലേന്ന് വരിക. ആരാന്നാ പറയണ്ടേ? അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ മനസ്സിലായിന്ന് വരില്ല. നേരിട്ട് പറഞ്ഞോളാം. പേടിക്കേണ്ട തമ്പുരാട്ടി, അകത്തൊക്കെ കയറ്റാൻ കൊള്ളാവുന്ന ജാതി തന്നെയാ. വന്നോളൂ. അച്ഛാ, ഇതാ ഒരാള് അച്ഛനെ കാണണെന്ന്. എന്നെയോ? അതിശയായിരിക്കണു. എവിടെ കുട്ടിയെ? ആ കസേര ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് തുടച്ചോളൂ കേട്ടോ. അവിടെ ഇരിക്കാം. ഇവിടത്തിരി അസൗകര്യത്തിലാണ് എൻ്റെ കിടപ്പേ. ഒരു വശം തളർന്നു പോയി. അരുന്ധതി, കുട്ടി പോയി കിടന്നോളൂ. സുഖമില്ലാത്തതല്ലേ? ആ, ചെല്ലു, പോയി വിശ്രമിച്ചോളൂ. സാവിത്രിക്കുട്ടി, ആ കസേര ഇത്തിരിയും കൂടി അങ്ങോട്ട് നീക്കിയിട്ടുള്ളൂ. ആ, ഇനി കുട്ടി പൊക്കോളൂ. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഓ, എങ്ങടെ ഇരിക്കാം. അല്ല, എന്നെ കാണാൻ വേണ്ടി തന്നെയാണോ വന്നിരിക്കണേ? ആ സാര അമ്പരപ്പുണ്ടായി. ശീകാലായി എടുക്കണു. എന്നെ കാണാനായിട്ട് ആരെങ്കിലും ഈ പടി കടന്നു വന്നിട്ട്. ആ, ഇനി പറയാ, എവിടെന്നാ? ഇത്തിരി അകലേന്നാ. സ്ഥലം പറഞ്ഞ
തമ്പുരാൻ അറിഞ്ഞൂന്ന് വരില്ല. അതും ശരിയാ. ഈ മച്ചും ചുമരുകളും വിട്ടൊരിടം എനിക്കിപ്പോഴില്ല. പക്ഷെ ആ മുഖം കാണുമ്പോ മുമ്പ് എവിടെയോ വെച്ച് കണ്ട പോലെ ഒക്കെ ഒരുമാതിരി കൂടിക്കൊഴഞ്ഞു കിടക്കുക. കൂട്ടത്തില് ആട്ടവിളക്കിന്റെ മുമ്പിൽ നിന്ന് വരെ വേഷയച്ചു വെക്കാൻ്റെ ചിലര് മുമ്പിലേക്ക് ഇങ്ങനെ എത്തും. പക്ഷേ തിരിച്ചറിയാൻ അവരെ മനസ്സ് കഴിക്കും. ഇത്തിരി കഥകളി കമ്പക്കാരനായിരുന്നു. അറിയാം. വേഷം മുറിഞ്ഞ വേദനയില് നിലവിളിച്ചെത്തുന്നവരെ തിരിച്ചറിയാതാവുമ്പോഴും മനസ്സൊന്ന് കഴയ്ക്കും. ലേ, പറയാം. ഇപ്പൊ ഈ വീടിന്റെ ഉടമസ്ഥൻ. അപ്പോ വിഷ്ണു നമ്പൂതിരി? അയാള് എനിക്ക് വിറ്റു. ഇപ്പൊ ഇതിന്റെ ഉടമസ്ഥൻ ഞാനാ. നിങ്ങൾ കിടക്കണ ഈ കട്ടില് പോലും ഇപ്പൊ എന്റെയാ. ഭഗവതി, ഒരു വാക്ക് പറഞ്ഞില്ല. പറയേണ്ടതൊക്കെ പറഞ്ഞോളാന്ന് ഞാൻ ഏറ്റിരുന്നു. ചതി, ചതിയാണ് നമ്പൂരി. നമ്പൂരി നല്ലവനാ. അതുകൊണ്ടല്ലേ ഒരു ചില്ലിക്കാശ് മുടക്കാതെ ഇത്രയും കാലം ഇവിടെ താമസിക്കാൻ പറ്റിയേ. അയാളോട് ചെറിയൊരു ചതി ചെയ്തത് ഞാനാ. നിങ്ങളെ ഉടനെ ഒഴിപ്പിക്കില്ല എന്നൊരു വാക്ക്. പക്ഷേ അത് തെറ്റിക്കാനാ ഞാനിപ്പോ വന്നിരിക്കണേ. ഞങ്ങളെ പഠിക്കാ ഇറങ്ങ. ഈ കിടപ്പ് കണ്ടില്ലേ? എന്നെയും കൊണ്ട് ഈ പെൺകുട്ടിയോട് എവിടേക്കാ? ഒരാൺതരിയുള്ളതാണെങ്കിൽ എന്റെ കുട്ടിയെക്കാളും പ്രായം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരു ഉപകാരം ചെയ്യൂ. എന്നെ കൊണ്ടുപോയിട്ട് ആ പുഴയിലേക്ക് അങ്ങോട്ട് കിടത്തുക. അങ്ങനെയാവാലോ ഒരു കുടിയൊഴിപ്പിക്കല്. അതാ ശീലല്ലേ. പേ പിടിച്ച സ്വന്തം മോഹങ്ങൾക്ക് മുടക്കാവണതൊക്കെ ഈ പുഴയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയ. ഇപ്പോ സ്വന്തം ജീവിതം അതേ പുഴയിലേക്ക് വലിച്ചെറിയാൻ മറ്റാൾ ഏൽപ്പിക്കേണ്ടി വരിക. വല്ലാത്തൊരു ദുര്യോഗാണേ. ഞാനും നിരാശനാണ് തമ്പുരാൻ. എന്താ എല്ലാം എന്റെ കൈകൊണ്ട് വേണമെന്നുള്ള ആഗ്രഹം രാഗി രാഗി മൂർച്ച കൂട്ടിയിരിക്കായിരുന്നു ഞാൻ. പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചു തമ്പുരാൻ. എന്നിട്ടും തളരാതെ ഇത്തിരി തലച്ചോറ് എനിക്കായി ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് വലിയ കാര്യം. എന്തങ്ങനെ മെഴിച്ചു നോക്കണേ തമ്പുരാൻ. എനിക്കെന്റെ അച്ഛന്റെ അതേ ചായ എന്ന് അമ്മ പറഞ്ഞേക്കണേ. സൂക്ഷിച്ചു നോക്കണം തമ്പുരാൻ. എന്നിട്ട് ഓർത്തു വയ്ക്കൂ, ഞാൻ ഇനിയും വരാം. അന്ന് തമ്പുരാനോട് ചോദിക്കാനായി എനിക്കൊന്നുണ്ട്. ഇപ്പൊ ഞാൻ പോണു. സന്ദേഹം ഇതുവരെ തോണി കിട്ടിയില്ലേ? ഇനിയിപ്പൊ തോണി കിട്ടും തോന്നണില്ല. അതാ വന്ന് നോക്കാന്ന് വെച്ചത്. ഓ, നന്ദിയുണ്ട്. ഇത്രയും കേമ കോലോത്ത കടവെന്ന് അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പൊ പോക്ക് നടക്കുമെന്ന് തോന്നണില്ല കേട്ടോ. പോണം, പോയി വെക്കൂ. ഷാട്ടിയും കൊണ്ട് അക്കരെ എത്താനാവില്ല. സ്വന്തം വീടിന്റെ പടിപ്പുരയിൽ നിന്നിട്ട് എന്തിനെങ്ങനെ വിഷമിക്കണേ? 10 അടി നടന്ന അവനവന്റെ വീടായില്ലേ? വേണ്ട വേണ്ട. ഞങ്ങളുടെ അച്ഛനെ കാണാൻ വന്നതല്ലേ, അപ്പൊ അതിഥിയാ. ചോദിക്കണവരോട് പറയാലോ ഞാൻ ഈ വീടും പറമ്പും വാങ്ങി ഇവറ്റെ കുടിയൊഴിപ്പിക്കാൻ വന്നതാന്ന്. കേൾക്കണോർക്കച്ച സന്തോഷാവേ ഉള്ളൂ. ദാ നോക്കൂ, ഈ വെളിച്ചം പടിപ്പുരയിൽ കണ്ടാ മതി. അക്കരയിന്ന് കൂക്കും വിളിയും തുടങ്ങും. വരൂ. ഇവിടെ പകല് നടക്കാനും വിളക്ക് എത്തിക്കണം അല്ലേ? ശരിയാ, ഇവിടെ തകായിൽ എപ്പോഴും ഇരുട്ടാ. പിന്നെ കുറെ മുറിഞ്ഞ സ്വപ്നങ്ങളും. ഞങ്ങളിവിടെ നിന്നിറങ്ങിയ വീട്ടുകാരെ കൊണ്ടൊന്ന് താമസിപ്പിക്കായിരിക്കും അല്ലേ? അതിന് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വീട്ടുകാരില്ലല്ലോ തമ്പുരാട്ടി. അതുപോട്ടെ, തമ്പുരാട്ടി എന്താ ചെയ്യണേ? പഠിക്കുകയാണോ? പഠിപ്പൊക്കെ നിർത്തി. അതെന്തേ? അതൊക്കെ ഒരു കഥയാ.
സാധിക്കാച്ച അടുത്ത കൊല്ലം അകലേതെങ്കിലും കോളേജിൽ താമസിച്ച് പഠിപ്പിക്കാന്ന ചേച്ചി പറഞ്ഞേ. അല്ല, ചേച്ചിയെ കണ്ടില്ലല്ലോ. കിടക്കാവും, സുഖമില്ല. കുളിയുണ്ടോ? സൗകര്യപ്പെടുവച്ചാൽ തെക്കേമുറ്റം കിടന്ന കൊള, മുങ്ങിക്കുളിക്കാം. നന്നായി. മാറാനുള്ളതൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ഉവ്. മാറി വന്നാ കഴിക്കാം. വേണമെന്നില്ല. വിരുന്നല്ല, അത്താഴ പഷ്ണി കിടക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും, അത്രേയുള്ളൂ. ഏട്ടന്റെ മുറിയത്. ഇവിടെന്ന പുഴ കാണാം. ഇന്ന് പിന്നിലാവാ. ഇത്തിരി കൂടി കഴിഞ്ഞ കുന്നിലെ ചന്ദ്രോദയം. ഇവിടെ നിന്ന് നോക്കുമ്പോ മറ്റാരുടെയോ സ്വപ്നത്തിലേക്ക് നോക്കണ പോലെയെന്നാ ഏട്ടൻ പറയാ. സാവിത്രി വീണ വായിക്കോ? ഏയ് ഇല്ല. എന്തേ? അല്ല, തളത്തിലെ പീഠത്തിലൊരു വീണ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അത് അമ്മയുടെയാ, രുദ്രവീണയാ. പിന്നെ ഏട്ടൻ അസലായി വീണ വായിക്കും, ചിത്രം വരയ്ക്കും. ഏട്ടൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. വേറെയുണ്ട് ഒരുപാട് സിദ്ധികൾ ഏട്ടന്. എന്നിട്ട് എവിടെ ഏട്ടൻ? ഏട്ടൻ ജയിലിലാ. എന്തു കുറ്റത്തിന്? കൊന്നു. കൊല്ലേണ്ടി വന്നു. ആരെ? അച്ഛന്റെ ഒരു കൂട്ടുകാരനെ. എന്തിന്? അത് സാവിത്രി, കുട്ടി താഴേക്ക് ചെല്ലൂ. ചെല്ലൂ. കുടിയൊഴിയണവർ അവരുടെ വേദനകളും കൂടെ കൊണ്ടുപോയിക്കോട്ടെ. കഥകളൊക്കെ കേട്ട് കാരുണ്യം തോന്നിയ പിന്നെ കുടിയൊഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും. കടവീന്ന് ഈ രാത്രി വിളിച്ചു വരുത്തിയത് സഹതാപം കിട്ടാൻ വേണ്ടിയല്ല. അറിയാം, കേട്ടിട്ടുണ്ട് ധാരാളം. ശ്രീമംഗലം സ്വരൂപത്തിൽ ഉദാരമതികളായ ക്ഷാത്ര തേജസ്സുകളെ കുറിച്ച്. പരിഹസിക്കാണോ? അല്ല, ചെറിയ അമ്പരാറ്റോട് ഞാൻ ചോദിച്ചറിയായിരുന്നു എന്റെ കണക്കൂട്ടലുകൾ എവിടേക്കാ തെറ്റിച്ചെന്ന്. കണക്കുകളിൽ നിന്നൊക്കെ പുറത്തായവരാ ഇവിടെ ഇപ്പുള്ളത്. ഞങ്ങളെ ഇവിടുന്ന് ഇറക്കാൻ ഏറെ പാടുപെടേണ്ടി വരില്ല. പക്ഷെ ഒന്നറിഞ്ഞാ കൊള്ളാം, ദ്രവിച്ചു തീരാറായ ഇവിടുത്തെ ജീവിതങ്ങളോട് എന്ത് കണക്കാ നിങ്ങൾക്ക് തീർക്കാനുള്ളത്? തമ്പുരാട്ടി, ഈ ചോദ്യങ്ങൾക്ക് ലക്ഷത്തി ഒരു തവണ ആവർത്തിച്ചുരുക്കഴിച്ചുറപ്പിച്ച ഉത്തരങ്ങളായിട്ടാ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇപ്പൊ ഞാൻ എന്താ തമ്പുരാട്ടോട് പറയണ്ടേ? വേണ്ട, ഔദാര്യങ്ങളൊന്നും വേണ്ട. വിധി ഒഴിവാക്കി വെച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് കണക്ക് വെച്ച് സുഖമായിട്ട് ഇവിടെ താമസിച്ചോളൂ. തമ്പുരാട്ടി. അരുന്ധതി, അങ്ങനെ വിളിക്കാം. ഓക്കെ, അരുന്ധതി. അല്ല, അരുന്ധതി വർമ്മ. അരുന്ധതി വർമ്മ കേൾക്കണം. എവിടെയൊക്കെ അലഞ്ഞാലും എത്ര അകലെ പോയാലും ഇവിടെ എത്തിച്ചേരണമെന്നൊരു വ്രതം ഉണ്ടായിരുന്നു എനിക്ക്, ഇതിൻ്റെ ഓട്ടമസ്തനായിട്ട്. നിങ്ങളൊഴിഞ്ഞ് ഈ കെട്ടിടം എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും വിൽക്കാം, അല്ലെങ്കിൽ പൊളിച്ചെടുക്കാം, ചിലപ്പോ തീ വച്ചേക്കാം. അരുന്ധതി, അരുന്ധതി. ഉറങ്ങണേന് മുമ്പ് മതി. അച്ഛനെ ഒന്ന് കണ്ടോളൂ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ട്. വരിക വരിക, അവിടെ ഇരിക്കുക. ഒരു കണക്കിന് തോണി കിട്ടാതിരുന്നത് നന്നായി. ഇന്നെ വീണ്ടും കാണാൻ തരായില്ലോ. ഇവിടുന്ന് അന്വേഷിച്ചു എന്ന് തമ്പുരാട്ടി പറഞ്ഞു. ഓർക്കായിരുന്നു കുട്ടിയെ. തമ്പുരാൻ എന്നെ മനസ്സിലായി. പാർവതിയുടെ മകൻ. അതെ, പാർവതിയുടെ മോനാണ്. പക്ഷേ തമ്പുരാൻ ഓർക്കാൻ ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഓർക്കാനാവണുണ്ടോ തമ്പുരാന്? ഉവ്വ കുട്ടിയെ, നിനക്ക് നിന്റെ അച്ഛൻ്റെ അതേ ഛായ നനച്ചിരിക്കാതെ കടന്നു വന്നപ്പോ തിരിച്ചറിയാൻ വൈകിയെന്നേ ഉള്ളൂ. പേര് പറയാൻ വിരോധമില്ലല്ലോ. അനന്തപത്മനാഭൻ. അടുപ്പുള്ളവര് അനന്തൂന്ന് വിളിക്കും. അനന്തൂനറിയോ?
ഈശയായിട്ട് കത്തിപ്പിടിച്ചൊരാട്ടവിളക്കിന്റെ തിരി പോലെയാ ഈ നെഞ്ചില്. ഇനിയിപ്പോ അവസാനത്തെ പദം കൂടി അങ്ങോട്ട് ആടിയാൽ ആട്ടവിളക്ക് കിടത്താം. അനന്തോനറിയില്ല. ഇവിടെയുണ്ട് ഇപ്പോഴും ആ മുദ്രാവർത്തനങ്ങൾ. പാർവതി, പാർവതി, വാതില് തുറക്കൂ പാർവതി. പാർവതി എന്താ നോക്കണേ? തമ്പുരാട്ടി രുക്മിണിയും അമ്മയും നാണുവരൊക്കെ അമ്പലപ്പറമ്പിൽ കളി കാണുന്നുണ്ട്. ആരും കാണാതെ നാം ഇങ്ങോട്ട് പോന്നു. അരുന്ധതി കുട്ടി ഉറങ്ങിയോ? ഉറങ്ങാണ്. അവള് കാരണം പാർവതിക്ക് കളി കാണാൻ തരായില്ല അല്ലേ? അത് സാരല്ല. ഹായ്, ഇങ്ങനെയുണ്ടോ കുട്ടിയോള്? ഏഷം കണ്ടാ പേടിച്ചങ്ങോട്ട് നെല്ലൊളിക്ക. കളി കാണാൻ പറ്റാത്തതിന് പരിഹാരമായിട്ട് ഒരു കൂട്ടം പറയട്ടെ. കോലൂത്ത കൂത്തമ്പലത്തില് ഒരു കളി നിശ്ചയിക്കുന്നുണ്ട്. ഈ നവരാത്രിക്ക് ഉത്തരാസ്വയംവരം. എന്റെ പാർവതിക്ക് വേണ്ടിയിട്ടാ. ഇഷ്ടല്ലേ? കളി പാതിക്ക് നിർത്തി പോന്നൂല തമ്പുരാൻ. എന്തേം മുഷിഞ്ഞോ? ഏയ്, കളി കേമാണ്. സുഭദ്രാ ധനഞ്ജയം, കീപ്പടത്തിന്റെ അർജുനൻ, കൃഷ്ണൻ നായരുടെ സുഭദ്ര. പിന്നെ എന്തിനാ മുഷിയണ്? പക്ഷേ അരങ്ങില് തെളിയണ മുദ്രകളുടെ അർത്ഥം ദാ ഇവിടെയാന്ന് തോന്നി. ആ ലൈറ്റ് അങ്ങോട്ട് അണച്ചേക്ക. കണ്ടില്ലേ പിന്തളത്തിലെ നിലാവിന്റെ സ്വപ്നവാസവതത്വം? മനസ്സിന്റെ കൊതി മറ്റൊന്നാട്ടോ. നിലാവിന്റെ പുഴയിലൂടെ ഒരു പായ്വഞ്ചിയില് ഞാനും പാർവതിയും മാത്രമായിട്ടൊരു യാത്ര. എന്തിനാ പാർവതി കരയണേ? ഈശ്വര, എന്റെ ഏത് പാപം കൊണ്ടാ തമ്പുരാന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലെന്ന് നിശ്ചയമില്ല. തെറ്റാ, വലിയ തെറ്റ്. ഞാൻ ഇരക്കാണ് തമ്പുരാനെ. ഇത് പാടില്ല. പാർവതി എന്തിനാ അങ്ങനെ പേടിക്കണേ? ഇവിടുന്ന് ഈ കോലത്തെ തമ്പുരാന അടിയനെ സ്വന്തം മോളെ പോലെ കരുതുന്ന തമ്പുരാട്ടിയുടെ ഭർത്താവും. ഇത് പാടില്ലേ തമ്പുരാനെ? ഇതൊരു തെറ്റാണെന്ന് നമുക്ക് തോന്നണില്ലെങ്കിലോ? സ്നേഹമില്ലാത്തോണ്ടല്ല. ഇപ്പറഞ്ഞ തമ്പുരാട്ടി ഒരു നിത്യരോഗിയാണെന്ന് അറിഞ്ഞൂടെ പാർവതിക്ക്? തിരി സന്തോഷം ഉണ്ടാവണത് നിന്നെ പറ്റി ഓർക്കുമ്പോഴാ, നിന്റെ അടുത്ത് വരുമ്പോഴാ. നീ എന്റെ പെണ്ണ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ നിന്നെ വിടില്ല. എന്റെ ഭഗവതി. അതിന് നീ വിളിക്കുന്ന ഭഗവതി എനിക്ക് കൂട്ടിനുണ്ടാവും. തമ്പുരാനെ, ആരാ? ഞാനാ, നാണുവായരാ. അയ്യോ അച്ഛൻ. എന്റെ പിന്നാലെ എങ്ങനെ നടക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? കാര്യസ്ഥന്റെ പണിയെടുത്താ മതി. പെരുത്തരണമനുഭവിച്ചുപോൽ കരുത്തണവനെയും വധിച്ചുപോൽ. ഞമ്മാരെ കൊല്ലും സന്ദേഹമില്ല. ഇനി ഉണ്ണിയമ്പുഴ രാജാവിന് രക്ഷയുണ്ടോ? ഹായ്, ഇനിയിപ്പോ എന്താ ഒരു വഴി? ഇല്ലേ,
അപ്പോ ഇഷ്ടരസിന് അടിയറവ ഇനി ഭൂവിതേ ഗതി പഴുതേ അടിയറവ് പറഞ്ഞിരിക്കണു. അപ്പോ ഇന്നത്തെ മതിയാക്കാം. എന്താ എടുക്കാം ഒരു തട്ടും കൂടി അങ്ങോട്ട് കളിക്കാം. അതല്ല തമ്പുരാൻ, വക്കീൽ വന്ന് ഇല്ലത്തെ കാട്ടിരിപ്പുണ്ടാവും. ഹൈക്കോടതിയിലൊരു കേസുണ്ടേ, സ്പെഷ്യലിസ്റ്റാ കേസ്. അപ്പൻ ഇത്ര കാത്തിലേക്ക് തന്നെ അനുസരിച്ചു. വന്നുള്ളോ കാര്യസ്ഥൻ, ഇനി അയാളിരിക്കട്ടെ. ഈ നാണുകാരെ തോൽപ്പിക്കണേന്ന് ഉദ്ദേശം ഒരു തണുപ്പൻ തോൽക്കാൻ വേണ്ടി ജനിച്ച പോലെയാ. ഈ ചതുരംഗ തട്ടിലെങ്കിലും ഒരു ഉശിര് കാണിക്കണോ നായരെ? പടനായന്മാരുടെ കുടുംബത്തിൽപ്പെട്ടതല്ലേ താൻ? തമ്പുരാനായിട്ട് കടപിടിക്കാനുള്ള മിടുക്കൊന്നും അടിയനില്ലേ, ഒരു കൂട്ടായിട്ട് അങ്ങനെ നിക്കണൂന്ന് മാത്രം. അപ്പോ ഇനി പിന്നെ കാണാൻ തമ്പുരാൻ. ജയിക്കാനുള്ള കരുക്കളുമായിട്ട് ഞാൻ വരാം. അങ്ങനെ ആവട്ടെ. നാണുകാരെ താൻ തട്ടു നിർത്ത. അടിയൻ ഇടയിലൊരു കാര്യം പറയണമെന്നുണ്ട്. ഇവിടുന്ന് മറിച്ചൊന്നും ധരിക്കരുത്. താൻ പറയടോ, നോം എന്തും ശരിയായിട്ടേ ധരിക്കാറുള്ളൂ. പാർവതിയെ അവളുടെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയണു. അവളുടെ അമ്മാവന്മാര് അങ്ങനെ ഒരു താല്പര്യം പറയണ്ടായി. ഇവിടെ എന്താ അവൾക്കൊരു കുറവ്? അയ്യോ, ഒന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ രുക്മണിക്ക് നല്ല സുഖമില്ലാന്നറിയില്ലേ? ഉവ്, അവള് തമ്പുരാട്ടിക്കൊരു സഹായമാവണോണ്ട് സന്തോഷമുള്ളോ. എന്നാലും കല്യാണപ്രായത്തിയൊരു കുട്ടിയല്ലേ, അമ്മാവന്മാരുടെ അടുത്താവുമ്പോ പറ്റിയ ആലോചനകൾ വരൂന്നൊരു ധാരണ. തമ്പുരാട്ടിയുടെ സഹായത്തിന് വേറെ ആളെ കണ്ടെത്തുകയും ചെയ്യാലോ. താൻ കരുക്കള് വെക്കണത് ഇപ്പൊ കളം തെറ്റിട്ടാ. അയ്യോ, ഇപ്പൊ ശരിയാക്കാം. അപ്പോ ഇവിടെ നിന്ന കല്യാണാലോചനകളൊന്നും ഉണ്ടാവില്ല? ഉണ്ടാവൂന്നും ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഭംഗിയാവൂന്ന് കണക്ക് കൂട്ടിയിരുന്നു അടിയൻ. എന്നിട്ടിപ്പ എന്തേ? ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയോന്നൊരു സംശയം. പറയണേല് സങ്കടമുണ്ട്. അവൾക്ക് ഈയിടെയായിട്ട് വരണ ആലോചനകളൊക്കെ എങ്ങനെയോ മുടങ്ങണു. നാള് തിരുവല്ലാമലേന്ന് വന്ന ആലോചന അവർക്കും ബോധിച്ചതാ, പക്ഷെ അതും മുടങ്ങി. ആരാന്ന് അന്വേഷിച്ചപ്പോ എന്തിനാ ഞങ്ങളെങ്ങനെ ശിക്ഷിക്കണേ ആവോ? എന്താ നീ എന്നെ വിസ്തരിക്കുക? അയ്യോ അല്ല, അടിയന്റെ സങ്കടം കൊണ്ട്. വേണ്ട, നാണുകാർക്ക് പോവാം. നാണുകാർക്ക് പോവാം. പോക്കോളാ. ഡോ, ഇവിടെ മൂത്ത മൂന്നെണ്ണത്തിന്റെ പുറമുറി നടന്നപ്പോ ഈ പറയണ കൊമ്പത്തെ അമ്മമാരെ പറ്റിയൊന്നും കേൾക്കേണ്ടായിട്ടില്ലല്ലോ. അതൊന്നും അടിയെ ഈ ജന്മത്തില് മറക്കില്ല. നന്ദിയുണ്ട് തമ്പുരാനെ. ആ, അപ്പൊ പാർവതിയുടെ കാര്യത്തിലും എങ്ങനെയാ എപ്പോഴാന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്താ പോരെ? അതല്ല, നമ്മുടെ വാക്ക് ധിക്കരിക്കാനാ ഭാവച്ചാല് മോളെയും കൊണ്ട് എവിടേക്കാച്ചാ പോവാം. അയ്യോ, ഇവിടുന്ന് അങ്ങനെയൊന്നും പറയരുത്. തള്ളയില്ലാത്ത കുട്ടിയായോണ്ട് ഇത്തിരി അധികം ശ്രദ്ധ. ഇനി താൻ ആ ചതുരംഗത്തട്ടം നിർത്തുക. അടിയൻ ആരാന്നാണ് വരെ കൂടെ ഒരാള്? ആ അമ്പലത്തിൽ വന്ന കഥകൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടതാ. ഏതാ വേഷം? നളൻ. ഓ, നളൻ. ഗംഭീരം ട്ടോ. സമ്മതിച്ചിരിക്കണു. നേരിട്ട് കണ്ട് പറയണമെന്ന് നിരീക്ഷിച്ചതാ. ഇവിടത്തെ പോലെ ഗ്രാഹ്യമുള്ള ഒരാളുടെ ഇങ്ങനൊരു വാക്ക് സന്തോഷമുണ്ട്. കിരീടവും ചുട്ടിയിലാണ്ട് ഒന്ന് കാണണമെന്ന് അമ്മ തമ്പുരാട്ടി പറയണ്ടായി.
അപ്പൊ അമ്മയ്ക്കും രുക്മിണിക്കൊക്കെ നളനെ അങ്ങോട്ട് നന്നായി ബോധിച്ചു അല്ലേ? നന്നായി. ഈ സിദ്ധിക്കത്തൊരു ഖ്യാതി അങ്ങോട്ട് ഉണ്ടായിട്ടില്ല അല്ലേ? തുടക്കക്കാരനാണ്. നീ ഇവിടത്തെയൊക്കെ അനുഗ്രഹം ഉണ്ട് വെച്ചാൽ. ആ, ഈ വിനയം കൈവിടരുത്. നന്നായി വരും. ഓ, ആട്ടെ, പേര് പറഞ്ഞില്ല. പത്മനാഭൻ. എന്ന് വെച്ചാ പത്മനാഭ കുറുപ്പ്. ഏതാ ദേശം? താഴമംഗലം. അവിടെ നിന്നല്ലേ നാനുവരുടെ സംബന്ധം? അത് താഴമംഗലം തെക്കും ഭാഗമാണ്. കുറുപ്പ് വടക്കും ഭാഗത്തുകാരനാ. തമ്മില് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, ഇവിടെ വന്നപ്പോ പറഞ്ഞു മിണ്ടി അങ്ങനെ. എന്നാ അടിയൻ കുറുപ്പിനെ അപ്പുറത്തേക്ക്. കുറുപ്പിന് ഇനിയും ഇവിടെ വരാൻ യോഗമുണ്ടെന്ന് തോന്നുന്നു. ഓ, ഉത്തരാ സ്വയംവരം അങ്ങോട്ട് നിശ്ചയിച്ചാലോന്നാ നവരാത്രിക്കേ ഇവിടെ കോലോത്ത് കൂത്തമ്പലത്തില്. കുറുപ്പിന്റെ സംഘായിക്കോട്ടെ. എന്താ നാണുവരെ? പത്മനാഭ കുറുപ്പ് അർജുനൻ. വിരോധമുണ്ടോ? ഇവിടത്തെ ഇഷ്ടം. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടായിട്ട് ഇതിലും വലിയൊരു സന്തോഷം ഇനി ഇല്ല. നാ അമ്മയെ കണ്ടിട്ട് വരൂ. ഓ, നാണുവരെ, നാണുവരെ. എന്താ നാണുവരെ ഇത്രയായിട്ടും കേളിക്കൊട്ട് തുടങ്ങി കേൾക്കാറില്ലല്ലോ? ഒരു വേഷക്കാരനെ കാണാനില്ല അത്ര. ആ കുറുപ്പിനെ. ഇനിയിപ്പോ ഈ നേരത്തെ എവിടുന്നാ ഒരു പകരക്കാരൻ? ചാത്തിയാണത്. അവനെ ഞാണ്ടല്ലോ. അകത്തുനിന്ന് ഒരാളെ കാണാനില്ല. ആരെ? എന്റെ പാർവതിയെ. അവര് രണ്ടാളും കൂടി അത്ര. കൊല്ലും ഞാൻ അവനെ. എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കൊല്ലും. തമ്പുരാനെ, എന്നെ വെട്ടിയൊക്കെ ആയിരുന്നല്ലേ? ഇത് തന്റെ മാത്രം ബുദ്ധിയിൽ ഒതുക്കില്ല. പറയടോ, ആരാ തനിക്ക് കൂട്ട്? അയ്യോ തമ്പുരാനെ, പറയടോ. അടിയൻ പറയാ. അത് തമ്പുരാട്ടി, രുക്മിണി തമ്പുരാട്ടി അവരെ ഏർപ്പാടാക്കിയ. എണീറ്റ് പൊക്കോ. ഇനി എന്റെ കണ്ണിന്റെ മുന്നിൽ കാണരുത്. പോകാൻ. പിന്നെ ഈ യാത്ര ഇഷ്ടായോ? ഓ അമ്പുരാനെ. പാർവതിന്റെ അടുത്ത് കഴിയണേക്കാളും തമ്പുരാനടിയനെ കളിയാക്കാവൂലേ? അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവാൻ തരാവില്ല. അറിഞ്ഞൂടെ? കുറുപ്പിന്റെ പാത്രം ഒഴിഞ്ഞല്ലോ. തമ്പുരാനെ, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഒരു കലാകാരൻ ഇങ്ങനെ നാണിക്കരുത്. കഴിക്കടോ. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ഉറുപ്പിനറിയോ, നിലാവിൻ്റെ ഈ പുഴപ്പരപ്പില് എല്ലാ കെട്ടുകളും അഴിച്ചു വിട്ട് ഇങ്ങനൊരു യാത്ര എനിക്കിഷ്ടാ. സ്വകാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ഒരാൾ അടുത്തുണ്ടെങ്കിൽ പറയും വേണ്ട. ഇന്നെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇത്ര വലിയൊരു മനസ്സാന്ന് അറിഞ്ഞിരുന്നില്ല. ഓർക്കണം. കുറുപ്പ പാത്രങ്ങൾ കാണിക്കുക. അയ്യോ വേണ്ട തമ്പുരാനെ, ശീലില്ല. ഇപ്പൊ തന്നെ ഇത്തിരി വല്ലായി ഉണ്ടേ. വേണ്ടട്ടോ. വേണ്ടെന്നൊരു വാക്കിന്ന് പാടില്ല. എന്റെ വിരുന്നുകാരനെ വാക്ക് പറയാൻ ഞാൻ അനുവദിക്കില്ല. നമ്മള് തമ്പുരാനും കുറുപ്പുമല്ല, വലിയൊരു കലാകാരനും എളിയൊരു ആസ്വാദകനും. കഴിക്കുക കുറുപ്പേ. തമ്പുരാനെ, അടിയൻ ഇങ്ങനൊരു സ്ഥാനം കൽപ്പിച്ചു തന്നതില് ഇപ്പൊ എന്താ പറയണ്ടേ വെച്ചാല് ഒരു നിശ്ചയില്ല കേട്ടോ. ഒന്നും പറയണ്ട. പാർവതി ഇപ്പോ കുറുപ്പിനെ കാത്തിരിക്കണ്ടാവൂലേ? കളിസമയവും യാത്രാസമയവും വരലിതാ ഇങ്ങനെ കണക്കൂട്ടി കാത്തിരിക്കും. കൂടെയുള്ളവരൊക്കെ വീട് പറ്റിയെന്ന് പറയുമ്പോ പേടിക്കും. പാവം.
പിന്നെ അങ്ങനെ പേടിക്കാൻ പറ്റിയ സമയമല്ല പോ. അല്ല പാർവതി രമ്യാവാൻ പോവാണേ. ഭാഗ്യവാൻ. ഒരു ദിവസം കൂടി വൈകണത് നോൻ നിർബന്ധിച്ചിട്ടാണെന്ന് അറിയുമ്പോ ശപിക്കും. സാരില്ല, ശപിക്കാനാണെങ്കിലും പാർവതി അവളുടെ പഴയ തമ്പുരാനെ ഓർക്കുന്നുണ്ടാവും. തോന്നി വിളിക്കാതെ അവിടെ ഇരിക്കണ കുറിപ്പ്. ഇതൊന്നും വേണ്ടായിരുന്നു. കുറിപ്പ് അവിടെ ഇരിക്കുക. തോനെടുപ്പിച്ച ഞാൻ പൊക്കോളാം നടന്നിട്ട്. എന്റെ പാർവതി പാർവതി ഉറങ്ങിക്കോളും കുറിപ്പ്. ഉറങ്ങില്ല. കുറിപ്പിനെ ഇന്ന് ഞാൻ ഉറക്കിത്തരാം. അതിനല്ലേ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. കുറിപ്പിനറിയോ, എന്റെ മുത്തശ്ശന്മാര് രാജാക്കന്മാരായിരുന്നു. പദവിട്ടാനും കീഴടക്കാനും ഓരോരുത്തർക്കും ഓരോ വഴിയായിരുന്നു. ആയുധങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെ പലതും. എന്റെ വഴി ഇതാ. ഹൈ, കുറുപ്പോർക്കയ്യ, ഈ വഞ്ചിപ്പടിയില്ല. ഈ പുഴയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്ത് കുറുപ്പ് വിശാലമായി പുഴപ്പരപ്പിലേക്ക് അങ്ങോട്ട് കിടന്നോള. ഞാൻ സഹായിക്കാം. പുഴയുടെ നെഞ്ചിലേക്ക് അനന്തുന്റെ അച്ഛൻ ഉറക്കിക്കെടുത്തിക്കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു, ഒരു വിജയിയെ പോലെ. പക്ഷേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു പുഴ മുഴുവൻ എന്റെ നെഞ്ചിലേക്ക് ചുഴികിട്ടൊഴുകി എന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് സുഖല്ലേ? അമ്മ മരിച്ചു. ഈശ്വര, കരഞ്ഞ് കരഞ്ഞ് മരിച്ചു. പക്ഷേ പോതുറച്ച പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. ഓരോ തേങ്ങലും ഉള്ളിലിട്ട് രാക്കി രാക്കി മൂർച്ച വരുത്തി. അത് വെറുതെ ആക്കണ്ട, എടുത്തോളൂ. ഈ അല്പജീവൻ പോരെങ്കിൽ മക്കളുണ്ട്, അവരും പിതൃസ്വത്തിന് അർഹരാണല്ലോ. പക്ഷേ അതിലൊരുത്തൻ മുമ്പേ വിധിക്കപ്പെട്ടു എന്ന് മാത്രം. എന്റെ കുട്ടൻ. എന്തിനായിരുന്നു അത്? ഉണ്ണി നമ്പൂരി എല്ലാ കളികൾക്കും എനിക്ക് കൂട്ടായിരുന്നല്ലോ അയാള്. എല്ലാം ക്ഷയിക്കണത് വരെ കളി അങ്ങോട്ട് തിമിർത്തു. പിന്നെ പിന്നെ ഞാൻ അയാൾക്ക് കടക്കാരനായി. അതോടെ അയാളുടെ ഭാവം മാറി തുടങ്ങി. തിരിച്ചെടുക്കാനൊന്നും കാര്യമായിട്ടില്ലെന്നറിഞ്ഞപ്പോ ഒരു രാത്രി അയാൾ എന്റെ മകളുടെ മാനത്തിന് വില പറയാൻ വന്നു. അവളുടെ നിലവിളി ഇവിടെ കിടന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴാ എന്റെ കുട്ടൻ കയറി വന്നത്. പിന്നെ പറയണോ? പക്ഷേ അന്ന് എന്റെ കുട്ടിക്ക് നഷ്ടപ്പെടാതിരുന്നത് പിന്നെ എനിക്ക് വിൽക്കേണ്ടി വന്നു.
അവന്റെ കേസ് നടത്താനും പിന്നെ ഈ പാഴ് ജന്മങ്ങൾക്ക് വായ്ക്കരിയിടാനും. ഈശ്വര, ഇനി എന്താ അനന്തൂനറിയണ്ട്? തമ്പുരാട്ടിയെ, 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 കാതൊക്കെ തുറക്കുന്നേ. ഓ, എന്നെ ഉറക്കവാന്നേ. ഏയ് തമ്പുരാട്ടിയെ, കറിയാച്ചനാന്നേ. തമ്പുരാട്ടി ഉറക്കം പിടിച്ചായിരുന്നോ? എപ്പ എത്തിയതാണോ അക്കരെ? ഒരു തോണി ഒത്തുകിട്ടുണ്ടായോ? രാത്രി മൊത്തം കാട്ടിക്കഴിയാന്ന് ഓർത്തതാ. അപ്പതേണ്ട സന്ധിക്ക് ഒരു എര വീണു. പിന്നെ തമ്പുരാട്ടിയുടെ കൈപ്പുണ്ണി ഓർത്തപ്പോഴുണ്ടല്ലോ, നേരെ വെച്ചിങ്ങോട്ടൊരു പിടുത്തവാ. നല്ല ഒന്നാം തരം ഒരു പന്നിക്കുട്ടനാന്നേ. എടാ അതിങ്ങോട്ട് എടുത്തേ. അപ്പുറത്തോട്ട് വെച്ച് വെട്ടി കഴുകടാവേ. ആ കുപ്പിയെടുത്ത് മേളി തമ്പുരാട്ടിന്റെ മുറിയിൽ വെച്ചേര്. ആ, ഇന്ന് വേണ്ട, കറിയാച്ചൻ പോയി പിന്നൊരു ദിവസം വാ. അയ്യോ, കണ്ണി ചോരയില്ലാതെ എങ്ങനെ പറഞ്ഞേക്കല്ലേ എന്റെ പൊന്നും കൊടുത്ത് തമ്പുരാട്ടി. എത്ര ദൂരം ജൂപ്പോട് ചേച്ചി വന്നതാ? എനിക്ക് തീരെ സുഖമില്ല കറിയാച്ച. ദാ ആ പറഞ്ഞു നേര്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നേ. ക്ഷീണമാ തമ്പുരാട്ടിക്ക്. ഒത്തിരി അങ്ങ് മെലിഞ്ഞ് ചടച്ചു പോയി കേട്ടോ. തമ്പുരാട്ടിക്ക് ഇത്തിരി വിശ്രമിക്കരുതോ? കൊച്ചമ്പുരാട്ടിയല്ലോ അപ്പുറത്ത്. വിളിയെന്നേ, കൊച്ചിനെ വിളി. ഇല്ല. ഓ, അതെന്നതാ തമ്പുരാട്ടി? ആ കൊച്ചും പഠിക്കട്ടെ കുറച്ച് പാചകവിദ്യകളൊക്കെ. വേണ്ട, അവൾക്കതൊന്നും നിശ്ചയില്ല. ഇതുകൊണ്ട് നോയിക്ക്, തമ്പുരാട്ടിക്ക് എന്നേലും സൂക്കേടാന്ന് വെയ്. എന്നെ പോലെ ഏതെങ്കിലും പാവത്തുങ്ങള് ഇല്ലിതോണക്ക് എന്നതേലും കൊണ്ടുവന്ന അനത്തി കൊടുക്കണ്ടായോ? തുടക്കത്തിൽ ഇച്ചിരി എരിയും പുളിയൊക്കെ കറിയാച്ചനങ്ങ് സഹിക്കുവേ. അല്ല പിന്നെ രുചിവേദമൊക്കെ കറിയാച്ചനങ്ങ് ഇഷ്ടമാ കേട്ടോ. തമ്പുരാട്ടി കൊച്ചിനെ വിളി. തമ്പുരാട്ടിക്ക് മടിയാന്നേ, ഞാൻ വിളിച്ചേക്കാം. കൊച്ചേ, തമ്പുരാട്ടി കൊച്ചേ, ഇങ്ങ് വന്നേ. അവള് വരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ ചേച്ചി? ആരാ? ദോണ്ട വന്നല്ല. കറിയാച്ചനിപ്പോ പോ. അതെന്നതാ തമ്പുരാട്ടി, കൊച്ചു വന്നല്ലോ. കറിയാച്ചൻ ഐശ്വര്യമുള്ളവനാ കേട്ടോ. കറിയാച്ചൻ എന്നേലും തുടങ്ങി വെച്ചാ പിന്നെ കൊയ്ത്താ കൊയ്ത്ത്. ചേച്ചി, കറിയാച്ചൻ അവളുടെ കയ്യിൽ നിന്ന് വിട്. അയ്യോ ചേച്ചി. എന്നതാ തമ്പുരാട്ടി, കറിയാച്ചന്റെ രാശിയാന്ന്. ആ കുട്ടിയുടെ കൈ വിട്. അതാരാടവേ? ഓ, അപ്പൊ അകത്ത് ആളെ ഇരുത്തിയേച്ചും വെച്ചായിരുന്നോ? ഓ, അതായിരുന്നു അത്രയും വീര്യം. പുതിയ മുഖമാണല്ലോ. എവിടെന്നാ? ഞാൻ എവിടെന്നാവട്ടെ, താനിപ്പോ പോ. അല്ലെങ്കിലേ ഈ മുഖം ചിലപ്പോ പുതിയൊരു മുഖമായി പോവും. എങ്ങനെ 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 എങ്ങനെ? ഇറങ്ങിപ്പോയില്ലെങ്കിലേ ഈ മുഖത്തിന്റെ ഷേപ്പ് മാറ്റൂന്ന്. അത് പറയാ. നീ ആരാടവേ? ഇവളെ സംബന്ധക്കാരനാ? അതെ, പിന്നെ ഇതിന്റെ ഉടമസ്ഥനും. ഓ, എനിക്കറിയാൻ മേലാത്ത ഒരിടമസ്ഥനും സംബന്ധക്കാരനും ഒന്ന് അറിയണമല്ലോ. അന്നാ ഒന്നും അറിയണമല്ലോ. അറിയണമെന്ന് നിർബന്ധ? നിർബന്ധമാ. ഇനി എന്തെങ്കിലും അറിയണോ? ഇപ്പൊ ഞാൻ പോവാ. നാലാളെ കൂട്ടി ഞാനിങ്ങ് വരുവേ. അന്നേരം ഇവിടെ കണ്ടേക്കണം. ഓടേക്കാരനായിട്ടും സംബന്ധക്കാരനായിട്ടും വാഴാവേ. കാണിച്ചു തരാം, കാണിച്ചു തരാം ഞാൻ. എന്താണ്? ശപിക്കപ്പെട്ടവരാ ഞങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി. തെറ്റായെങ്കിൽ പൊറുക്കണം. പക്ഷേ പെട്ടെന്നൊരാവേശത്തിന് പറഞ്ഞു പോയതാണെന്ന് ധരിക്കരുത്. ശ്രീമംഗലം കോവിലകത്തെ രാജകുമാരിക്ക് പുടവ കൊടുക്കാൻ പോകുന്നവനാണോ കഥകളിക്കാരൻ പത്മനാഭക്കുറുപ്പിന്റെ മകനെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സാവിത്രിക്കുട്ടി, ഈ കോലോത്തെ കടവ്
ഇനി സ്വപ്നങ്ങളുടെ നീരാട്ടുകടവാണ്. സാവിത്രിക്കുട്ടി, എന്തോ? ഈ പുഴ ഇനി സ്വയംവര കഥകളുടെ പുഴയാണ്. എന്തിനാ എൻ്റെ സാവിത്രിക്കുട്ടി കരയണേ? സന്തോഷം കൊണ്ട്.